إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടുകൂടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കാനും ആ മാർഗത്തിലായിരിക്കെ മരണപ്പെടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിമാകുന്നതിന് മുമ്പ് മുശ്രിക്കായിരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കമാ യുഹിബ്ബു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ഒരാളും മറ്റൊരാളെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ സ്വഹാബത്ത് മക്കളെക്കാൾ ഏറെ സ്നേഹിച്ചു, ഉമ്മയേക്കാൾ സ്നേഹിച്ചു, ഉപ്പയേക്കാൾ സ്നേഹിച്ചു, സ്വത്തിനേക്കാൾ സ്നേഹിച്ചു, സ്വന്തത്തിനേക്കാൾ സ്നേഹിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കൽപ്പിച്ചാൽ അതിന്റെ മുമ്പിൽ പൂർണ്ണമായും കീഴൊതുങ്ങിയവരാണ് മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിനപ്പുറം സ്വന്തമായ അഭിപ്രായങ്ങളോ സ്വന്തമായ തീരുമാനങ്ങളോ മഹാന്മാരായ സ്വഹാബത്തിന് ഇല്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടതിനെ മഹാന്മാരായ സ്വഹാബത്തും ഇഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുത്തതിനെ മഹാന്മാരായ സ്വഹാബത്തും വെറുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം എപ്പോഴും ആഗ്രഹിച്ചിരുന്നവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. നോക്കൂ സഹോദരങ്ങൾ, ഒരു സംഭവം നോക്കൂ. ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്നു, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അന്നഹു ലമ്മാ ബഅസഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ യമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ദഅവത്തിന് വേണ്ടി വലിയ ഉത്തരവാദിത്വവുമായി യമനിലേക്ക് അയച്ച സന്ദർഭം, ഖറജ മഅഹു യൂസി വമുആദുൻ റാകിബ് വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംശി തഹ്ത റാഹിലതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടന്നുകൊണ്ട്, മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വാഹനത്തിലാണുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ നടന്നുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ട ഉപദേശങ്ങൾ നൽകുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ആ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ കേൾപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ വിഷയത്തിൽ എത്രമാത്രം ജാഗ്രതയും ഗൗരവവുമാണ് കാണിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ ദഅവത്തിന് വേണ്ടി അയക്കുമ്പോൾ അദ്ദേഹം വാഹനപ്പുറത്തിതാ സഞ്ചരിക്കുന്നു. കൂടെ നടന്നുകൊണ്ട്, ആ വാഹനത്തിന്റെ പിന്നാലെ കൂടെ നടന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ഫലമ്മ ഫറഗ ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമായ ഉപദേശങ്ങൾ കൊടുത്തതിന് ശേഷം പറഞ്ഞു, യാ മുആദു, മുആദേ
ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി വലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബ്രി. ഈ വർഷത്തിന് ശേഷം മുആദേ, താങ്കൾ ഒരു പക്ഷേ എന്നെ കണ്ടുമുട്ടിയേക്കില്ല. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബ്രി, താങ്കൾ എൻ്റെ മസ്ജിദിന്റെയും ഖബറിന്റെയും അരികിലൂടെ നടന്നേക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫബക മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ജസഅൻ ലിഫിറാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ യാത്രയ്ക്ക് ശേഷം, തൻ്റെ യാത്ര കഴിഞ്ഞു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇനി കാണാൻ സാധിക്കുകയില്ലേ എന്നോർത്തുകൊണ്ട് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. സഹോദരങ്ങളെ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലമ്മാ കാന اليوم الذي دخل فيه رسول الله صلى الله عليه وسلم المدينة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന ദിവസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റ പുറപ്പെട്ട് മദീനയിലേക്ക് വന്ന ആ ദിവസം അദാഅ മിൻഹാ കുല്ലു ഷൈ, മദീന പ്രശോഭിതമായി. ഫലമ്മാ കാന اليوم الذي مات فيه أظلم منها كل شيء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായ ദിവസം മദീന ഇരുട്ടിലാണ്ടു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹാന്മാരായ സ്വഹാബത്തു ഏറെ സ്നേഹിച്ചിരുന്നു. സ്വന്തത്തെക്കാളേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹാന്മാരായ സ്വഹാബത്ത് സ്നേഹിച്ചിരുന്നു. സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രതിരോധം തീർത്തവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ജീവിതകാലത്ത് മഹാന്മാരായ സ്വഹാബത്ത് ഏറെ സ്നേഹിച്ചെങ്കിൽ അവിടുത്തെ മരണത്തിന് ശേഷം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പ്രതിരോധിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബിനെ മുഹമ്മദ് മുസ്തഫയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹാന്മാരായ സ്വഹാബത്ത് സ്നേഹിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പാഠങ്ങളിൽ ഒന്നും കുറക്കാൻ മഹാന്മാരായ സ്വഹാബത്ത് സമ്മതിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിനപ്പുറം ഈ ദീനിൽ പുതിയൊരു വിശ്വാസമോ പുതിയൊരു കർമ്മമോ കൊണ്ടുവരാൻ മഹാന്മാരായ സ്വഹാബത്ത് സമ്മതിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിൽ പുതിയതായൊരു ബിദ്അത്ത് കടത്തി കൂട്ടുന്നതിനെ മഹാന്മാരായ സ്വഹാബത്ത് ശക്തമായി പ്രതിരോധിച്ചു എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഒരു സംഭവം. മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിലഖൻ ജുലൂസൻ യന്തളിറൂന അസ്സലാഹ്. ഞാൻ മസ്ജിദിൽ ഒരു ഹൽഖ കണ്ടു. ആളുകൾ ഹൽഖകളായി കൂട്ടമായി ഇരിക്കുന്നത് ഞാൻ കണ്ടു. നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണവർ. ഫീ കുല്ലി ഹൽഖത്തിൻ റജുൽ, ഓരോ ഹൽഖയിലും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളുണ്ടായിരിക്കും. വഫീ ഐദീഹിം ഹസ്വ, അവരുടെ കയ്യിൽ ചരൽക്കല്ലുകളുണ്ട്. ഫയഖൂലു കബ്ബിറു മിഅ, ആ കൂട്ടത്തിലെ നേതാവായ ആൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ പറയും, കബ്ബിറു മിഅ, നിങ്ങൾ 100 പ്രാവശ്യം തക്ബീർ ചൊല്ലണം. ഫയുകബ്ബിറൂന മിഅ, അപ്പോൾ ഈ കൂടിയിരിക്കുന്ന ആളുകൾ 100 പ്രാവശ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലും. ഫയഖൂലു ഹല്ലിലു മിഅ, അതിനുശേഷം ഈ വ്യക്തി പറയും, ഹല്ലിലു മിഅ, നിങ്ങൾ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണം. അപ്പോൾ ഈ കൂടിയിരിക്കുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ദിക്ർ ചൊല്ലും. ഫയഖൂലു സബ്ബിഹു മിഅ, അതിനുശേഷം ഈ വ്യക്തി പറയും, ഈ ഹൽഖക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ പറയും, സബ്ബിഹു മിഅ, നിങ്ങൾ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. ഫയുസബ്ബിഹൂന മിഅ, ഈ കൂടിയിരിക്കുന്ന ആളുകൾ അവർ 100 പ്രാവശ്യം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യും, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് തസ്ബീഹ് ചൊല്ലും. ഇങ്ങനെയൊരു കാഴ്ച
മസ്ജിദിൽ ഞാൻ കണ്ടു എന്ന് മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വാക്കും, ഇതിൽ പറയുന്ന ഓരോ വാക്കും വളരെ ശ്രദ്ധയോടുകൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, ഫമാദാ ഖുൽത ലഹും, താങ്കൾ അവരോട് എന്താണ് പറഞ്ഞത്? ഈ കാഴ്ച കണ്ടപ്പോ താങ്കൾ അവരോട് എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, മാ ഖുൽതു ലഹും ശൈഅ ഇന്തിദാറ റഈക്, ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. ഇന്തിദാറ റഈക്, താങ്കളുടെ അഭിപ്രായം എന്തായിരിക്കുമെന്ന് ഞാൻ കാത്തു നിൽക്കുന്നു. താങ്കളുടെ അഭിപ്രായത്തെ പ്രതീക്ഷിച്ച് ഞാൻ അവരോട് ഒന്നും പറഞ്ഞില്ല എന്ന് മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫല അമർതഹും അൻ യഉദ്ദു സയ്യിആതിഹിം, താങ്കൾക്ക് അവരോട് അവരുടെ പാപങ്ങൾ എണ്ണി നോക്കാൻ കൽപ്പിക്കായിരുന്നില്ലേ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാണ്. എന്നിട്ട് ഇവരെല്ലാം കൂടെ മസ്ജിദിലേക്ക് നേരെ പോകുന്നു. മസ്ജിദിലേക്ക് പോയി ഈ ഹൽഖയുടെ അടുത്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, മാ ഹാദല്ലദീ അറാകും തസ്നഊൻ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഹൽഖയിലുള്ള ആളുകളോട് പറയുന്നു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഖാലു, അവർ പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ, ഓ അബൂ അബ്ദുറഹ്മാൻ ഇബ്നു മസ്ഊദ്, ഞങ്ങൾ തസ്ബീഹാണ് ചൊല്ലുന്നത്, ഞങ്ങൾ തക്ബീറാണ് ചൊല്ലുന്നത്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ് ചൊല്ലുന്നത് എന്ന് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഫഉദ്ദു സയ്യിആതികും, നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, അങ്ങോട്ട് തുടർന്നോളൂ, ഞങ്ങളും ഇത് മാതൃകയാക്കി ഇനി ചെയ്തോളാം എന്നല്ല പറഞ്ഞത്. മറിച്ച് അദ്ദേഹം പറഞ്ഞു, ഫഉദ്ദു സയ്യിആതികും, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ എണ്ണിക്കൊള്ളൂ. എന്നിട്ട് പറഞ്ഞു, വൈഹകും യാ ഉമ്മത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെ, നിങ്ങൾക്ക് നാശം. മാ അസ്റഅ ഹലകതകും, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിക്കാൻ തുടങ്ങിയത്. ഹൗലാഇ സ്വഹാബത്തു നബിയിക്കും മുതവാഫിറൂൻ, ഇവിടെ ഏതാ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായി നിശ്ചയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് മാതൃകയായി നിശ്ചയിച്ചു തന്ന മഹാന്മാരായ സ്വഹാബത്ത് ഇതാ ജീവിച്ചിരിക്കുന്നുണ്ടോ? വഹാദിഹി സിയാബുഹു ലം തബ്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം അത് നുരുമ്പിപ്പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച പാത്രങ്ങൾ അത് പൊട്ടിയിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ഇന്നകും ലഅലാ മില്ലത്തിൻ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ മുഫ്തതിഹു ബാബി ളലാല, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയേക്കാൾ നല്ല ഒരു ചര്യയിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പിഴവിന്റെ വഴികേടിന്റെ വാതിൽ തുറക്കുകയാണോ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ, അല്ലാഹുവാണ് സത്യം അബൂ അബ്ദുറഹ്മാൻ, ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിച്ചത്, ഞങ്ങൾ ഖൈർ മാത്രമാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം പറഞ്ഞു, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബ, എത്രയെത്ര നന്മ ഉദ്ദേശിച്ച ആളുകൾക്കാണ് അത് നേടിയെടുക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഈ സംഭവം നോക്കൂ സഹോദരങ്ങളെ, വളരെ വളരെ ശ്രദ്ധയോടുകൂടെ ഈ സംഭവം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മസ്ജിദിൽ ദിക്ർ ചൊല്ലിയിരുന്ന ആളുകൾ കൂട്ടം കൂടി എണ്ണം പിടിച്ചുകൊണ്ട് ഒരു പ്രത്യേക രൂപത്തിൽ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്ന ആളുകൾ, ആ കൂട്ടത്തിന്റെ ഇടയിലേക്ക് വന്നുകൊണ്ടാണ് മഹാനായ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിക്കുന്നത്,
നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ എണ്ണിക്കോളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം നുരുമ്പിയിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച പാത്രങ്ങൾ അത് പൊട്ടിപ്പോയിട്ടില്ല. എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിക്കാൻ തുടങ്ങുന്നത്. ആരോടാണ് പറയുന്നത് സഹോദരങ്ങളെ? ദിക്ർ കൂട്ടം കൂടിയിരുന്ന് ചൊല്ലിയ ആളുകളോട്, ദിക്ർ എണ്ണം പിടിച്ചു ചൊല്ലിയ ആളുകളോട്, അവിടെ വ്യഭിചാരം നടത്തിയവരോടല്ല, അല്ലെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും മോശം പ്രവൃത്തി ചെയ്ത ആളുകളോടല്ല, കള്ളു കുടിക്കുന്ന ആളുകളോടല്ല, അതുപോലെ തന്നെ എന്തെങ്കിലും മോശം വൃത്തികൾ ചെയ്യുന്ന ആളുകളോടല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത രൂപത്തിൽ ദിക്ർ ചെയ്യുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത രൂപത്തിൽ പ്രത്യേകമായൊരു ഇബാദത്തിന്റെ രൂപക്രമം നിശ്ചയിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകൾക്കിടയിലേക്ക് ചെന്നുകൊണ്ടാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചത് എന്നും, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചത് എന്നും. അവരുടെ മറുപടി, എല്ലാ കാലത്തും ബിദ്അത്തിന്റെ ആളുകൾ, പുത്തനാശയങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടത്തിക്കൂട്ടുന്ന ആളുകൾ പറയുന്ന അതേ മറുപടി തന്നെയാണ് ആ ആളുകൾ പറഞ്ഞത്. മാ അറദ്നാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിച്ചത്. ഖൈറല്ലേ, ദിക്റല്ലേ, തസ്ബീഹല്ലേ, തക്ബീറല്ലേ, നല്ലതല്ലേ, ഒരാൾ നേതൃത്വം കൊടുക്കുന്നു എന്നല്ലേ ഉള്ളൂ, ദിക്റല്ലേ, അള്ളാഹുവിന് വേണ്ടിയല്ലേ, ഖൈറല്ലേ എന്ന മറുപടിയാണ് ആ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ മറുപടിയെ ശരിവെക്കുകയല്ല ചെയ്തത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ മറുപടി ശരിവെക്കുകയല്ല ചെയ്തത്. മറിച്ച് അദ്ദേഹം ശക്തമായ താക്കീത് ആ ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു കാര്യം വിശ്വസിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിൽ നമുക്കൊരു കർമ്മം ചെയ്യണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായിരിക്കണം. അതിനപ്പുറം ഒരു കർമ്മം അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഒരാൾക്കും അള്ളാഹുവിന്റെ ദീൻ അനുവാദം നൽകുന്നില്ല. എന്ത് ഖൈർ പറഞ്ഞാലും, എന്ത് നന്മകൾ പറഞ്ഞാലും, എന്തൊക്കെ നേട്ടങ്ങൾ പറഞ്ഞാലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിൽ ഒരു കർമ്മവും കൂട്ടിച്ചേർക്കാൻ നമുക്കൊരാൾക്കും അള്ളാഹുവിന്റെ ദീൻ അർഹത നൽകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരലോകത്ത് ഉപകരിക്കുന്ന ഒരു കാര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ നബിദിനത്തിന്റെ ദിവസങ്ങളാണിത്. ആളുകൾ റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ വലിയ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നബിദിനം കൊണ്ടാടുന്ന ദിവസങ്ങളാണ് ഈ വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയൊരു കർമ്മത്തിന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയൊരു കർമ്മത്തിന് എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു നന്മ ആ കർമ്മത്തിനുണ്ടായിരുന്നെങ്കിൽ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കത് പഠിപ്പിക്കുമായിരുന്നു. സഹോദരങ്ങൾ, ഇത് ചെയ്യുന്ന ആളുകൾ പറയാതെ പറയുന്നത് എന്താണ് സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഒരു കർമ്മത്തെക്കുറിച്ച് അറിവില്ല എന്നാണോ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മതവിഷയത്തിൽ അറിവുള്ളവർ ഈ ഇത് കൊണ്ടാടുന്ന ഈ ആളുകളാണ് എന്നാണോ പറയുന്നത്? അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതറിഞ്ഞിട്ടും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് നമ്മളിൽ നിന്ന് മൂടി വെച്ചു എന്നാണോ പറയുന്നത്? എന്തൊരു അപരാധമാണ് സഹോദരങ്ങളെ! അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എന്തൊരു അപരാധമാണ് പറയുന്നത്! ഇത്രയും വലിയൊരു കർമ്മമുണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്ന് അത് മൂടി വെച്ചു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ കേൾപ്പിച്ച റിസാലത്തിൽ, പ്രവാചക ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് പറയാതെ പറയുന്നത്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിലേക്ക് പുതിയതായി കൊണ്ടുവന്നുകൊണ്ട് നല്ലതല്ലേ എന്ന് പറഞ്ഞ് ആചരിക്കുന്നവൻ പറയാതെ പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീനിൽ വഞ്ചന കാണിച്ചു എന്നാണ്. അതല്ല,
ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ, അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിനത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ, ഹാതു ബുർഹാനക്കും, അത് പറയുന്ന ആളുകൾ തെളിവ് കൊണ്ടുവാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയാണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വാക്കിൽ എവിടെയാണ് ഇങ്ങനെ ഒരു കർമ്മത്തെക്കുറിച്ച് പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് പഠിപ്പിച്ചിട്ടില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇത് പഠിപ്പിച്ചിട്ടില്ല. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു ഇത് പഠിപ്പിച്ചിട്ടില്ല. മുത്തബിഉ സുന്നഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് പഠിപ്പിച്ചിട്ടില്ല. ഒരു സ്വഹാബത്തും ഇത് ചെയ്തിട്ടില്ല. ഇമാം ശാഫിഈ റഹിമഹുല്ലാ ഇത് പഠിപ്പിച്ചിട്ടില്ല. അബൂ ഹനീഫ റഹിമഹുല്ലാ ഇത് പഠിപ്പിച്ചിട്ടില്ല. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഇത് പഠിപ്പിച്ചിട്ടില്ല. ഇമാം മാലിക് റഹിമഹുല്ലാ ഇത് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ആരാണ് ഇത് പഠിപ്പിച്ചതോ? ചരിത്രത്തിൽ ഇതാരാണ് പിന്നെ തുടങ്ങി വെച്ചതോ? ചരിത്രത്തിൽ ഈ നബിദിനമെന്ന ഈ സംഗതി ആദ്യമായി കൊണ്ടുവന്നവർ ആരാണ് സഹോദരങ്ങളെ? ആദ്യമായി ഇത് കൊണ്ടുവന്നത് ഫാത്തിമിയാക്കളാണ്. ഫാത്തിമിയാക്കളാണ്, ഷിയാക്കൾ. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുന്ന മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മോശമായി ചിത്രീകരിക്കുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ മോശമായി ചിത്രീകരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വ്യക്തിയുടെ ജാറം കെട്ടിക്കൊണ്ട് അവിടെ പൂജ നടത്തുന്ന മഹാന്മാരായ സ്വഹാബത്തിനെ നിന്ദിക്കുന്ന, മഹാന്മാരായ സ്വഹാബത്തിനെ അവഹേളിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന്റെ വലിയ ശത്രുക്കളായ റാഫിദികളായ ഫാത്തിമിയാക്കളാണ് ചരിത്രത്തിൽ ആദ്യമായി നബിദിനം എന്ന് പറയുന്ന ഈ ദുരാചാരം കൊണ്ടുവന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബത്ത് ചെയ്യാത്ത, മഹാന്മാരായ ഇമാമിങ്ങൾ ചെയ്യാത്ത ഈ കർമ്മം ആദ്യമായി കൊണ്ടുവന്നതോ ഈ വിഭാഗമാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് അവരെ മാതൃകയാക്കാൻ സാധിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ നമ്മൾ കൃത്യമായും പഠിക്കണം. വളരെ ഗൗരവത്തോടുകൂടെ ദീനിന്റെ ഓരോ വിഷയങ്ങളെയും നമ്മൾ എടുക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക എന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന് അർഹമായ വലിയ ഗൗരവം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നൽകേണ്ടതുണ്ട്. എന്തുകൊണ്ട് നമ്മൾ നബിദിനം ആഘോഷിക്കുന്നില്ല? ഒരേ ഒരു ഉത്തരം, അത് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മഹാന്മാരായ സ്വഹാബത്തു അവരുടെ ജീവിതത്തിൽ അത് ചെയ്തിട്ടില്ല. അതല്ലാതെ റോഡ് ബ്ലോക്ക് ആക്കുന്നതോ അന്നേ ദിവസമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്നതോ അല്ല അതിന്റെ കാരണം. സഹോദരങ്ങൾ, റോഡ് ബ്ലോക്ക് ആക്കുന്നത് തെറ്റ് തന്നെയാണ്. അതിലപ്പുറം പലപ്പോഴും പല ആളുകളുടെയും ദഅവത്ത് ആ രൂപത്തിലാണ്. അപ്പൊ റോഡ് ബ്ലോക്ക് ആക്കിയില്ലെങ്കിൽ ആഘോഷിക്കാമെന്നാണോ? അന്നത്തെ ദിവസം വഴിയോരത്തെ പുല്ല് പറിച്ചു, അന്നത്തെ ദിവസം വേറെന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്ത് ആഘോഷിക്കാമെന്നാണോ? അല്ല സഹോദരങ്ങൾ, ഇവിടെ റോഡ് ബ്ലോക്ക് ആകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതോ, വഴിയിൽ ഇങ്ങനെ തുള്ളിച്ചാടുന്നതോ, കീറത്തുണി കൊടിയായി കെട്ടിക്കൊണ്ട് പാടി പറഞ്ഞ് നടക്കുന്നതോ, വഴിയിൽ തിന്നും കുടിച്ചും ഇങ്ങനെ നടന്നു പോകുന്നതോ ഒന്നുമല്ല. അടിസ്ഥാനപരമായും നബിദിനത്തെ നമ്മൾ എതിർക്കാനുള്ള കാരണം അതെല്ലാം തെറ്റുകൾ തന്നെയായിരിക്കും. അതെല്ലാം പിന്നീട് വരുന്ന വിഷയങ്ങളാണ്. നബിദിനത്തെ നമ്മൾ എന്തുകൊണ്ട് എതിർക്കുന്നു? നബിദിനത്തെ എന്തുകൊണ്ട് അഹ്ലുസുന്ന, സുന്നത്തിന്റെ ആളുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെ ആളുകൾ എന്തുകൊണ്ട് നബിദിനത്തിനെ എതിർക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തില്ല. എന്തെങ്കിലും ഖൈറതിനുണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുമായിരുന്നു. മഹാന്മാരായ സ്വഹാബത്ത് അത് ചെയ്തില്ല, മഹാന്മാരായ ഇമാമിങ്ങൾ അത് പഠിപ്പിച്ചില്ല എന്നതല്ലാതെ മറ്റൊരു കാരണവുമില്ല. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വിശ്വാസവും കർമ്മവും അത് ബിദ്അത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത കർമ്മവും വിശ്വാസവും അത് ബിദ്അത്താണ്. അത് ദീനിലേക്ക് കൊണ്ടുവരിക എന്നതും അള്ളാഹുവിന്റെ റസൂലിനെ വെല്ലുവിളിക്കലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോടുള്ള
അവമതിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദീനിൽ വഞ്ചന കാണിച്ചു എന്ന് പറയാതെ പറയലാണ് ബിദ്അത്ത്. അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവമുള്ള പാപമാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാഹജലം അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് കോരിക്കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ ദീനിൽ പുതിയ കർമ്മങ്ങൾ കടത്തിക്കൂട്ടിയ ആളുകൾക്ക് അത് നിഷേധിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കറിയിച്ചു തന്നതാണ്. അത് തന്നെയാണ്, ആ ഒരു കാരണം തന്നെയാണ് സഹോദരങ്ങളെ ഈ ഒരു സംഗതിയെ നമ്മൾ എതിർക്കാനുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ വളരെ ഗൗരവത്തോടുകൂടെ കാണാനും ദീൻ വിഷയങ്ങളെ വളരെ ഗൗരവത്തോടുകൂടെ പഠിക്കാനും പഠിച്ചതനുസരിച്ച് ഇൽമിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അള്ളാഹുവിന്റെ ദീനിൽ അമലുകൾ ചെയ്യാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.